100 തീപ്പൊരി ചിന്തകൾ. ചാപ്റ്റർ 5 ക്രിയാത്മകതയും തീപ്പൊരിയും. രേണു സുധി ഒരു തീപ്പൊരിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ക്രിയാത്മകതയും തീപ്പൊരിയും ഒരുമിച്ച് പോകുന്നതാണ്. ഈ ക്രിയാത്മകത എന്ന് പറഞ്ഞാൽ തിങ്കിങ് ഔട്ട് ഓഫ് ബോക്സ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ക്രിയേറ്റീവ് ജീനിയസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തികൾക്ക് ചില കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും സ്വയം ശീലങ്ങളും ഉണ്ട്. ഇവ ഏതൊരു വ്യക്തിക്കും ബോധപൂർവമായ ശ്രമത്തിലൂടെ ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും ഈ തീപ്പൊരി ചിന്തയും അതേപോലെ തന്നെ ക്രിയാത്മകതയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതാണ്. എന്തൊക്കെയാണ് ഈ ക്രിയാത്മകത അല്ലെങ്കിൽ തീപ്പൊരി ഉള്ളവരുടെ ലക്ഷണങ്ങൾ? ഫ്ലെക്സിബിലിറ്റി അഥവാ മുറുകെ പിടുത്തം ഇല്ലായ്മ, ഒരു അയവ്, എല്ലാ കാര്യങ്ങൾക്കും ഒരു അയവ്, എല്ലാം തീരുമാനിച്ചുറപ്പിക്കുന്നില്ല, കുറച്ചൊക്കെ ഒന്ന് വിട്ടുകൊടുക്കുക, എന്താണ് സംഭവിക്കുന്നത് വരുന്നിടത്ത് കാണാം, അതാണ് ഫ്ലെക്സിബിലിറ്റി. അതുപോലെ തന്നെ പോസിബിലിറ്റി തിങ്കർ, എവിടെയും സാധ്യതകൾ കാണാനുള്ള ഒരു മനസ്സ് അയാൾക്കുണ്ടായിരിക്കും. കറേജിയസ്, നല്ല ഒരു ആത്മധൈര്യം, ചിന്തയിലും പ്രവൃത്തിയിലും തൻ്റെ ഉണ്ടായിരിക്കും. നിലവിലുള്ള വ്യവസ്ഥകളെയും അതിരുകളെയും മാനിക്കാത്തവരായിരിക്കും ചിലപ്പോൾ. ശരാശരി മനസ്സുകളെ തളച്ചിടുന്ന പരിമിതികളെ വെല്ലുവിളിക്കണമെങ്കിൽ തൻ്റെ ഇടം വേണം. അങ്ങനെയുള്ള ചിലരുണ്ട്. ഇൻഡിപെൻഡൻറ്റ്, സ്വതന്ത്ര ചിന്ത, സ്വതന്ത്ര പ്രവർത്തനം. വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്നത് കാണുമ്പോഴേ നമ്മൾ വിചാരിക്കും ഇതെന്താ അഹങ്കാരം എന്നാണ് അങ്ങനെ പറയുക. അഹങ്കാരം, ഈ അഹങ്കാരം കുറച്ചാൽ മതി രേണു സുധിക്കുന്നാണ് എല്ലാവരും പറയുന്നത്. വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഇയാൾ ആശയതലത്തിലും പ്രയോഗതലത്തിലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ചങ്കൂറ്റം കാണിക്കും. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. റിസ്ക് ടേക്കർ, വ്യത്യസ്തമായി ചിന്തിക്കുന്നതിൽ തന്നെ റിസ്ക് ഉണ്ട്, എടുത്തുചാട്ടത്തിൽ റിസ്ക് ഉണ്ട്, മറ്റാരും നടക്കാത്ത വഴിയെ നടക്കുന്നതിൽ റിസ്ക് ഉണ്ട്. ഫോക്കസ്ഡ്, ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധാലുവായിരിക്കും. ഇമാജിനേറ്റീവ്, ഭാവനയിലാണ് ക്രിയാത്മകതയുടെ അന്തസ്സത്ത അടങ്ങിയിരിക്കുന്നത്. ക്രിയാത്മകതയുള്ള ആളിൻ്റെ മനസ്സ് സ്വപ്നങ്ങൾ വിളയുന്ന മനസ്സായിരിക്കും. പല പല സ്വപ്നങ്ങളുണ്ടായിരിക്കും. ഇൻഡ്യൂസീവ്, മനസ്സ് പാകമാകുമ്പോൾ സ്വയമേ വന്നു വീഴുന്ന വെളിച്ചമാണ് ഇൻഡ്യൂഷൻ. അതൊരു ദൈവിക ദാനമാണ്. പ്രത്യേകിച്ച് ആലോചനയോ കണക്കുകൂട്ടലോ ഒക്കെ നടക്കാത്തപ്പോഴും വന്നു ചേരുന്ന ഒരു ഉൾവിളി, അതാണ് ഇൻഡ്യൂസീവ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ്. പ്രോ ആക്റ്റീവ്, ആരുടെയെങ്കിലും ആവശ്യപ്രകാരമല്ലാതെ ആരെങ്കിലും മുന്തിയിട്ടല്ലാതെ മുന്നോട്ട് പോകുന്നിടത്താണ് പ്രോ ആക്റ്റീവ് എന്ന് പറയുന്നത്. ക്യൂരിയസ് ആൻഡ് പ്ലേഫുൾ, അറിയാനുള്ള അദമ്യമായ ജിജ്ഞാസ, വരും വരായികകളെ അവഗണിച്ചുകൊണ്ടുള്ള കൈവിട്ട കളി, ചെയ്യുന്ന കാര്യം ആവേശപൂർവ്വം ചെയ്യാനും ആസ്വദിച്ച് ചെയ്യാനുള്ള കഴിവ്. കുട്ടികളെ പോലെയുള്ള ഒരു കൈവിട്ട കളി. ചിലപ്പോൾ ഇവരത് ചിന്തിക്കാണ്ടാണോ പറയണേ പ്രവർത്തിക്കണമെന്നൊക്കെ തോന്നും. പേഷ്യൻറ്റ് അല്ലെങ്കിൽ പെർസീവിയറൻസ് എന്നാണ് പറയുക, ദീർഘക്ഷമ. ഒരു കർഷകൻ വിത്ത് വിതച്ച് മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആ വിത്തിൻ്റെ ഫലത്തിന് വേണ്ടി എത്രയോ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കർഷകൻ. അതാണ് പെർസീവിയറൻസ് എന്ന് പറഞ്ഞാൽ ദീർഘക്ഷമ എന്നർത്ഥം. മുട്ട വിരിഞ്ഞാണ് കുഞ്ഞുണ്ടാകുന്നത്, മുട്ട പൊട്ടിക്കുമ്പോഴല്ല. മുട്ട പൊട്ടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ഉണ്ടാവാൻ സാധിക്കില്ല. മുട്ട സ്വയമേവ വിരിയണം. മൂന്ന് വിശ്വാസങ്ങൾ അയാൾക്കുണ്ടായിരിക്കും. ഒന്ന്, ക്രിയേറ്റിവിറ്റിയുള്ള ആൾക്ക് അയാളിൽ തന്നെ വിശ്വാസമുണ്ടായിരിക്കും, ഐ ക്യാൻ. 2, എല്ലാം നന്മയ്ക്കാണെന്ന വിശ്വാസം ഉണ്ടായിരിക്കും. അതായത് വിജയമായാലും പരാജയമായാലും അതെന്തെങ്കിലും പഠിപ്പിക്കുന്നു. അന്തിമ വിജയം ഉറപ്പാണെന്നാണ് വിശ്വാസം. അത് പരാജയപ്പെട്ടേക്കാം, പക്ഷെ അന്തിമ വിജയം ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം. 3, അതീത ശക്തിയിലുള്ള വിശ്വാസം. ഇതൊരു മതത്തിലുള്ള വിശ്വാസമല്ല, അങ്ങനെയുമാകാം, ചിലർക്ക് അതായിരിക്കാം കേട്ടോ.
പ്രപഞ്ച സൃഷ്ടാവ്, ദൈവം, ബ്രഹ്മാവ്, പടച്ചോൻ, ഈ അതീത ശക്തിയുടെ അംശം നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടെന്നുള്ള വിശ്വാസം. സർവശക്തൻ സർവരിലും കുടികൊള്ളുന്ന ആ ഒരു അതീത ശക്തി, ഒരു അതീത ശക്തിയിലുള്ളൊരു വിശ്വാസം. രേണുസുതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, ഇതെന്താ രേണുസുതി എന്ന് വിചാരിക്കും. ഞാൻ അതിൻ്റെ കാരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ചെറിയ സ്വപ്നങ്ങളിൽ ചേക്കാറാനല്ലല്ലോ നീ എനിക്ക് ചിറകുകൾ തന്നത്, തീരത്തെ പുണർന്നു കിടക്കാനല്ലല്ലോ നീ എനിക്ക് തുഴയും നങ്കൂരവും തന്നത്, ആകാശസീമകളെയും ആഴക്കടലുകളെയും വെല്ലുവിളിക്കാൻ തൻ്റെ ഇടം നീ തരണമേ. ഈ പ്രാർത്ഥനയോടുകൂടി ഇത് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.